സമീപകാല UDFിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFിന് ഇത് നഷ്ടപ്പെട്ടത് 2000 വോട്ടിൻ്റെ പിന്നിലായിരുന്നു നഷ്ടപ്പെട്ടത്, കുറവിലാണ്. 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതിൻ്റെ അർത്ഥം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. നാളെ ഒരു തെരഞ്ഞെടുപ്പ് കേരളം ഒട്ടാകെ നടന്നാൽ ഈ ഭൂരിപക്ഷം ചുഴൽ ചൂണ്ടുന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിലേക്കാണ്. കേരളത്തിൽ UDF വമ്പിച്ച വിജയം നേടി 2026 ഇവിടെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. 100 സീറ്റെങ്കിലും നേടാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വിജയത്തിൻ്റെ തുടക്കമാണ് ഈ ഭൂരിപക്ഷം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 5000 വോട്ടുകൾക്കാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് അവിടെ ഏറ്റവും അവസാനം പരാജയപ്പെട്ടത്. അവിടെയാണ് 11,000 വോട്ട്. 11,000 ഇതിനേക്കാൾ കുറച്ചുകൂടി ഭൂരിപക്ഷം വരുമായിരുന്നു. പക്ഷേ ഇവിടെ ഗവൺമെൻറ് വിരുദ്ധ വികാരം സ്വരൂപിച്ച് ഈ സർക്കാരിനെതിരായി പ്രകടിപ്പിക്കുന്നതിൽ എല്ലാവരും, ഗവൺമെൻറ്റിനെ എതിർക്കുന്നവരെല്ലാം ഒരു അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കുമായിരുന്നു. പിണറായി സത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാൾ പോലും UDFിൻ്റെ വോട്ട് ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പം ചുരുക്കത്തിൽ UDFിന് വൻ വിജയം നേടിക്കൊടുത്തത് ജനവിരുദ്ധ, ഈ സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനൊരു പ്രത്യേകതയുള്ളത്, കോൺഗ്രസ് പാർട്ടിയും UDFും ഒറ്റക്കെട്ടായി ഇതുപോലെ ഐക്യത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം പ്രകടമായിരുന്നു. പക്ഷേ തൃക്കാക്കര, പാലക്കാട്, പുതുപ്പള്ളി, ചേലക്കര തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ പ്രത്യേക UDFിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അവർ കാണിക്കുന്നതിനേക്കാൾ വലിയ വാശിയും വീറും ഓടുകൂടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വിജയത്തിന് വേണ്ടി ശ്രമിച്ചത്. UDFിലെ ഐക്യം ഒറ്റക്കെട്ടായിട്ടാണ് കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ ഇത്ര ചിട്ടയായി, ഇത്ര വളരെ വളരെ ശക്തമായി നടത്താൻ കഴിഞ്ഞത് പാർട്ടിക്കകത്തും മുന്നണിയിലുമുള്ള ഐക്യമാണ് പ്രധാനമായ കാരണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മുന്നിൽ വെച്ചുകൊണ്ട് 2026 അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ തന്നെ KPCCയും UDF നേതൃത്വവും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഈ ഗവൺമെൻറ്റിന് വാസ്തവത്തിൽ ഈ വിജയം ഒരു കാര്യം കൂടി വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിന് സാങ്കേതികമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ധാർമ്മികമായ അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം 5 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ ഇപ്പോൾ അതിൽ 4ഇടത്തും വൻ ഭൂരിപക്ഷമാണ്. പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ പാലക്കാടും പിന്നീട് നമ്മുടെ തൃക്കാക്കരയിലും എല്ലാം ഉണ്ടായ ഭൂരിപക്ഷം, ഇതാ ഇവിടെ ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷം ഇത് കണക്കിലെടുക്കുമ്പോൾ ചേലക്കര പോലും കഴിഞ്ഞ ശ്രീ രാധാകൃഷ്ണൻ ജയിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടാണ് ഈ UDF പിടിച്ചത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യമാണ്. ജനങ്ങൾക്കുള്ള വിശ്വാസം ഈ ഗവൺമെൻറ്റിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജനവിരുദ്ധ വികാരം അതിശക്തമാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും. അതുകൊണ്ട് ഗവൺമെൻറ് സാങ്കേതികമായി ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ജനങ്ങളുടെ ഭൂരിപക്ഷം ഈ ഗവൺമെൻറ്റിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിപ്പിക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള പരാജയം അവർക്ക് 2026 നേടേണ്ടി വരും.